സോ ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു വൺസ് അഗെയിൻ. ക്ലാസ് റെക്കോർഡിങ്ങിലാണ്. റെക്കോർഡ് ചെയ്ത ക്ലാസ്സിന് ലിങ്ക് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല, നാളെ മോർണിംഗ് അപ്ലോഡ് ചെയ്യും. സോ എല്ലാവരും ശ്രദ്ധിക്കാം. അത്യാവശ്യം സ്ഥിരം വരുന്ന ആളുകൾ ക്ലാസ്സിന് എത്തിക്കഴിഞ്ഞു. ഏകദേശം ഒരു 50 ആളുകൾ ക്ലാസ്സിന് വന്നിട്ടുണ്ട്. നമ്മൾ ആഡ്വർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാവിശേഷണമാണ്. എന്താണ് ക്രിയാവിശേഷണം എന്ന് ഇനിയും മനസ്സിലാകാത്തവരുണ്ടാവാം, അത് സ്വാഭാവികമാണ്. അപ്പം ഞാൻ ആ കാര്യം ഒന്നും കൂടി വിസ്തരിച്ച് പറഞ്ഞു തരണം. അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച എനിക്ക് ക്ലാസ്സിന് വരാൻ കഴിഞ്ഞില്ല. എന്താ വെച്ചാൽ ഈ മലപ്പുറം ജില്ല സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലേ അവിടെ കോട്ടക്കലായിരുന്നു. അപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീടിനോട് ചാരികാണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഭയങ്കര ശബ്ദകോലാഹലമായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്താൽ ചിലപ്പോൾ നിങ്ങൾ ആഡ്വർബ് ആവില്ല പഠിക്കുക, പകരം ഒപ്പനപ്പാട്ടും മാപ്പിളപ്പാട്ടും തിരുവാതിരക്കളിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഞാൻ എന്ത് ചെയ്തു, ഒരു ആഴ്ച ക്ലാസ് ലീവാക്കിയതായിരുന്നു കേട്ടോ. യെസ്, അത് ഭയങ്കര ബഹളമായിരുന്നു. അതും ഈ ഒപ്പനൊക്കെ ഈ സൈസ് തന്നെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ അതുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലാസ് മുതൽ ലീവാക്കിയതായിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ചയിൽ എൻ്റെ ഈ ക്ലാസ് കൂടാതെ ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ് കേട്ടോ. മിക്കവാറും മറ്റന്നാളെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ അതുമല്ലെങ്കിൽ ശനിയാഴ്ചയോ മറ്റു സ്റ്റാഫിൻ്റെ കൂടി സമയവും സൗകര്യവും നോക്കിയിട്ട് ഒരു ക്ലാസ്സും കൂടി നമ്മൾ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആഡ്വർബിനെ കുറിച്ച് പറയുമ്പോൾ റിയലി നമുക്കറിയാം ഒരു പ്രവൃത്തി എപ്രകാരം പൂർത്തിയായി എന്ന് പറയുന്നതാണ് ആഡ്വർബ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. യേശുദാസ് സാങ് ദ മലയാളം സോങ് സ്വീറ്റ്ലി വളരെ മനോഹരമായിട്ട് യേശുദാസ് ആ മലയാള പാട്ട് മാധുര്യത്തോടു കൂടി പാടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മനോഹരമായി പാടി എന്ന് പറയുമ്പോൾ, ആ പാടിയ രീതിയെക്കുറിച്ച് പറയുന്ന വാക്കാണ് സ്വീറ്റ്ലി. അതൊരു ആഡ്വർബാണ്. ഇങ്ങനെ ഒരു കാര്യം ഒരാൾ ചെയ്തു, ആ ചെയ്ത രീതിയെക്കുറിച്ച് പറയുന്ന ആഡ്വർബുകളെ നമ്മൾ ആഡ്വർബ് ഓഫ് മാനർ എന്താ പറയുക, ആഡ്വർബ് ഓഫ് മാനർ, MANNER. മാനർ എന്ന വാക്കിൻ്റെ അർത്ഥം രീതി എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വീറ്റ്ലി അല്ലേ, സ്വീറ്റ്ലി. ഞാൻ പതുക്കെ നടന്നു, ഐ വാക്ക്ഡ് സ്ലോലി. ഇവിടെ സ്ലോലി എന്ന വേർഡിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം, പതുക്കെ എന്നാണെന്ന്. ആ വേർഡും അറിയാലോ, അതും ആഡ്വർബാണ്, അതും ആഡ്വർബ് ഓഫ് മാനറാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പക്ഷേ ബുക്കിൽ നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ബുക്കിലുള്ള കാര്യമില്ല പറയേണ്ടത്. പകരം ആഡ്വർബ് ഒരു വലിയ ചാപ്റ്ററാണ്, ഒത്തിരി കാര്യങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനുണ്ട്, നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരേണ്ടത്. അപ്പോൾ ആഡ്വർബുകൾ തന്നെ പല കാറ്റഗറിയും ഉണ്ട്. ഒന്നാമത്തെ കാറ്റഗറി മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ആഡ്വർബ് ഓഫ് മാനർ എന്ന് പഠിക്കാം. അത് ഈ ചെയ്ത രീതിയെക്കുറിച്ച് പറയുന്ന വാക്കാണ്. പതുക്കെ, സ്ലോലി, വേഗത്തിൽ എന്ന് പറയാൻ വേണ്ടി ക്വിക്ക്ലി പറയാറുണ്ട്, മനോഹരമായി സ്വീറ്റ്ലി എന്ന് പറയാറുണ്ട്, ലവ്ലി എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ മുഴുവൻ ആഡ്വർബുകളാണ്. മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. എന്നാൽ ആഡ്വർബ് എന്ന് പറയുന്നത് ആഡ്വർബ് ഓഫ് മാനർ മാത്രമേ ഉള്ളൂ? അല്ല. സമയം കാണിക്കുന്ന ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ദിവസം, ഇന്ന് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടുഡേ എന്ന വാക്കെടുക്കാം. TODAY, ടുഡേ എന്ന വാക്കെടുക്കാം. ടുഡേ എന്ന വാക്കിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് എന്നാണ്. ഈ സമയം കാണിക്കുന്ന ഒരു ആഡ്വർബാണ്. സമയം കാണിക്കുന്ന ആഡ്വർബ് ആയതുകൊണ്ട് നമ്മളിതിനെ ആഡ്വർബ് ഓഫ് മാനർ എന്നല്ല പറയുക, പകരം ആഡ്വർബ് ഓഫ് ടൈം എന്നാണ് പറയുക. പേര് മറക്കരുത്, ആഡ്വർബ് ഓഫ് ടൈം. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ സമയം കാണിക്കുന്ന മറ്റു പല വാക്കുകളും വരുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ കണക്കാക്കിയ പോലെ തന്നെ ആഡ്വർബ് ഓഫ് ടൈമാണ്. ഫോർ എക്സാമ്പിൾ, ടുമോറോ, നാളെ, ഇന്നലെ, യെസ്റ്റർഡേ അല്ലേ, നൗ, ഇപ്പോൾ, ദെൻ, അപ്പോൾ, നൗ, ഇപ്പോൾ, ദെൻ, അപ്പോൾ, ലാസ്റ്റ് മൺഡേ, കഴിഞ്ഞ തിങ്കളാഴ്ച, ലാസ്റ്റ് സൺഡേ,
കഴിഞ്ഞ ഞായറാഴ്ച, നെക്സ്റ്റ് ട്യൂസ്ഡേ, അടുത്ത ചൊവ്വാഴ്ച, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ ആഡ്വർബ് ഓഫ് ടൈമാണ്. എന്താണ്? ആഡ്വർബ് ഓഫ് ടൈമാണ്. നമ്മൾ സാധാരണ ഇൻ ദ മോർണിംഗ് എന്ന് പറയാറുണ്ട്, ഇൻ ദ ഈവനിങ് എന്ന് പറയാറുണ്ട്, ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറയാറുമുണ്ട്. ഇതും ആഡ്വർബ് ഓഫ് ടൈമാണ്. അപ്പോൾ ആഡ്വർബ് ഓഫ് ടൈം നമുക്കറിയാവുന്ന വാക്കുകൾ തന്നെ ആഡ്വർബ് ഓഫ് ടൈം ഉണ്ട്. ഒത്തിരി വാക്കുകളുണ്ട്. ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് ക്ലാസ് പോസ് ചെയ്ത് കണ്ട് മടങ്ങി വരുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് എല്ലാവരും വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, വെൽക്കം ബാക്ക്. നല്ല മഴ ആയപ്പോഴേ പുറത്ത് എന്തെങ്കിലും ചോർച്ചയൊക്കെ ഉണ്ടെന്ന് പോയി നോക്കിയതായിരുന്നു. ഇവിടെ കനത്ത മഴയാണ്. ഏകദേശം ഒരു 1 hour തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും നെറ്റ്വർക്കും ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആഡ്വർബ് ഓഫ് ടൈം മനസ്സിലാക്കി. സമയം കാണിക്കുന്ന എപ്പോൾ, ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുന്നു, നമ്മൾ എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണോ അതാണ് ആഡ്വർബ് ഓഫ് ടൈം. അതായത് ഒരാളൊരു കാര്യം ചെയ്യുന്നു, നമ്മൾ ആ ചെയ്ത കാര്യത്തോട് എപ്പോൾ, വെൻ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണോ അതാണ് ആഡ്വർബ് ഓഫ് ടൈം. മനസ്സിലായല്ലോ? ആഡ്വർബ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ നമ്മളത് നൗ ഇപ്പോൾ എന്നുള്ള വാക്കാവാം, ദെന്ന് അപ്പോൾ എന്നാവാം. ദെൻ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ എന്നാണ്. ദെൻ നിങ്ങൾ ഏത് വാക്കുകളും ഈ കാറ്റഗറിയിൽ പെടാവുന്ന ടുഡേ, യെസ്റ്റർഡേ, ടുമോറോ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് സാറ്റർഡേ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ വരാം. ഓക്കെ, ഇനി നമ്മൾ ഒരാളൊരു കാര്യം ചെയ്തു, അതിനോട് ഹൗ, എങ്ങനെ, നമ്മൾ എങ്ങനെ ചോദിക്കുന്ന ഹൗ എന്ന് ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യന് എന്താണോ മറുപടി വരുന്നത് അതാണ് ആഡ്വർബ് ഓഫ് മാനർ. അതായത് നമ്മൾ ഒരാളൊരു കാര്യം ചെയ്തു, ആ കാര്യത്തോട് നമ്മൾ ഹൗ, എങ്ങനെയെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താണോ അതാണ് ആഡ്വർബ് ഓഫ് മാനർ. ഓക്കെ, ദർ കംസ്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് സ്ഥലം കാണിക്കുന്ന ആഡ്വർബുകളാണ്. സ്ഥലം കാണിക്കുന്ന പ്ലേസ്. അപ്പോൾ നമ്മൾ ഹിയർ, ഇവിടെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ HERE, ഹിയർ എന്ന വാക്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പിന്നെ അവിടെ എന്ന് പറയാൻ വേണ്ടി ദർ എന്ന വാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഹിയർ ഇവിടെ, ദർ അവിടെ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ ഇൻ ദി ഓഫീസ്, ഇൻ ദി സ്കൂൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻ മൈ റൂം, ഇൻ മൈ ഹൗസ്, ഇതെല്ലാം പറയാം പ്ലേസ് കാണിക്കുന്ന, സ്ഥലം കാണിക്കുന്ന ആഡ്വർബുകളാണ്. സ്ഥലം കാണിക്കുന്ന ആഡ്വർബാണ്. അപ്പോൾ എക്സാക്ട്ലി അതിൻ്റെ ഒരു വാക്കുകൾ നമുക്ക് പറയാം. നമുക്ക് ഹിയർ, ഇവിടെ, ദർ അവിടെ, അതുപോലെ തന്നെ എന്താ പറയുക, ഇൻ മൈ സ്കൂൾ, ഇൻ മൈ ഹൗസ്, ഇൻ ദി ഓഫീസ്, ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോർമലി നിങ്ങൾക്ക് ആഡ്വർബുകൾ എന്താണ് എന്ന ഒരു ധാരണ കിട്ടണം, മനസ്സിലാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 തരം ആഡ്വർബുകളെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞത് ആഡ്വർബ് ഓഫ് മാനർ ആയിരുന്നു, ആഡ്വർബ് ഓഫ് മാനർ. രണ്ടാമത് പറഞ്ഞത് ആഡ്വർബ് ഓഫ് ടൈം ആയിരുന്നു. മൂന്നാമത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. പ്രധാനപ്പെട്ട ആഡ്വർബ് ഓഫ് പ്ലേസിൽ വരുന്ന പ്രധാനപ്പെട്ട 2 വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഹിയർ, ഇവിടെ, ദർ അവിടെ, ആ വാക്കുകളൊക്കെ വരാം. ഓക്കെ, വളരെ സിമ്പിളാണ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് വാക്കുകൾ. അതുപോലെ തന്നെ ഇൻ മൈ ഓഫീസ്, ഇൻ മൈ ഹൗസ്, അതൊക്കെ നിങ്ങൾക്ക് ആഡ്വർബ് ഓഫ് പ്ലേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മൾ സാധാരണ എന്താ പറയുക, അടുത്താണ് ആഡ്വർബ് ഓഫ് റീസൺ. കാരണം കാണിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകൾ, അതും ആഡ്വർബാണ്. അത്തരം ആഡ്വർബ് നമ്മൾ പറയുന്ന പേരാണ് ആഡ്വർബ് ഓഫ് റീസൺ. അതെങ്ങനെ വരിക? അപ്പോൾ നിങ്ങൾ സാധാരണ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഐ ഡിഡ് നോട്ട് കം ടു സ്കൂൾ യെസ്റ്റർഡേ ബിക്കോസ് ഐ ഹാഡ് എ ഫീവർ. ഐ
ഡിഡ് നോട്ട് കം ടു സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ സ്കൂളിൽ വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ഹാഡ് എ ഫീവർ, എനിക്ക് പനിയായിരുന്നു. അവിടെ നിങ്ങൾ ആ കാരണം പറയാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്ത പദം ഏതാണ്? ബിക്കോസ് ആണ്. ബിക്കോസ്. സോ ബിക്കോസ് എന്ന വാക്ക് ആഡ്വർബ് തന്നെയാണ് ഇവിടെ. അത് ആഡ്വർബ് ഓഫ് റീസൺ ആണ്. ആഡ്വർബ് ഓഫ് റീസൺ ആണ്. മനസ്സിലാക്കേണ്ട പോയിന്റാണ് ഇന്നുള്ള ക്ലാസ്സിലെ കാര്യങ്ങൾ. ഇന്ന് ഡീപ്പായി എടുക്കുന്നില്ല, മുമ്പ് പഠിച്ച കാര്യമൊക്കെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്, അതിൻ്റെ കൂടെ കുറച്ച് ജനറലായ കാര്യവും പറഞ്ഞു തരാം. അത്ര ഇന്ന് ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ ടെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ടെസ്റ്റ് ഓപ്പൺ ചെയ്യുള്ളൂ. ഓൾറെഡി നമ്മൾ അത്യാവശ്യം നമ്മുടെ പോർഷൻസ് അല്പം മുമ്പിലാണ്. അത് 4 ചാപ്റ്റേഴ്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് 5 ചാപ്റ്റർ മാത്രമേ ബാക്കിയുള്ളൂ. ഏകദേശം ഒരു 45% ഓഫ് ദ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, പക്ഷേ എങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എന്തായി മനസ്സിലാവണം. എന്താണ്, എവിടെയാണ് എന്നുള്ളത് എല്ലാവർക്കും, ഏതെങ്കിലും കുറച്ച് ആൾക്ക് മാത്രമല്ല. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഈ 4th ബാച്ചിൽ എത്ര കണ്ട് ടീച്ചർ ട്രെയിനിമാരുണ്ടോ അവർക്ക് മുഴുവൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു തരുന്നത്. അപ്പോൾ കാരണം കാണിക്കുന്ന ഒരു ആഡ്വർബ് എന്ന് പറയുമ്പോൾ ബിക്കോസ് മാത്രമാണോ? അല്ല, ബിക്കോസ് മാത്രമല്ല. കാരണം കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ആഡ്വർബാണ് ആസ്. എസ്, ആസ്, എസ്. ഓക്കെ, ആസ് എന്ന് പറയുമ്പോൾ അവിടെ ഏതാ വരിക? ശ്രദ്ധിക്കുക എല്ലാവരും. ഐ ക്യാൻ ഗോ ടു, സോറി, ഇങ്ങനെ പറയാം. ഐ കുഡിൻറ്റ് ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ ആസ് ഐ ഹാഡ് കോൾഡ്. ആസ് ഐ ഹാഡ് കോൾഡ്. അവിടെ ആസ് എന്ന വേർഡിൻ്റെ മീനിങ് ബിക്കോസ് തന്നെയാണ്. ആസ് എന്ന വേർഡിൻ്റെ മീനിങ് അവിടെ വരിക ബിക്കോസ് തന്നെയാണ്. ബട്ട് രണ്ട് വേർഡ് തന്നെയാണ്. 2 വേർഡും ഇംഗ്ലീഷിൽ നമ്മൾ ആഡ്വർബ് ഓഫ് റീസണുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ആഡ്വർബ് ഓഫ് റീസൺ ഇവിടെ തീരുന്നില്ല, ഇനിയും വാക്കുകളുണ്ട്. നിങ്ങൾ കുറച്ച് വാക്കുകൾ കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. എക്സാമ്പിളൊക്കെ എഴുതി വേണമെങ്കിൽ പരിശീലിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ പഠനം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. കേവലം സാറ് പറയുന്നത് മാത്രം പഠിച്ചാൽ പോരാ. അല്പം ഒരു ഗവേഷണ ബുദ്ധിയോട് കൂടി നമ്മുടെ മുമ്പിലുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗൂഗിളിൽ നിന്നോ മറ്റൊക്കെ ആവശ്യമുള്ള ഡാറ്റ എടുക്കാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഏതായിരുന്നു? ആഡ്വർബ് ഓഫ് മാനർ ആയിരുന്നു. 2ാമത് പഠിച്ചത് ആഡ്വർബ് ഓഫ് ടൈം ആയിരുന്നു. 3 പഠിച്ചു ആഡ്വർബ് ഓഫ് പ്ലേസ്. 4ാമത് പഠിച്ചു ആഡ്വർബ് ഓഫ് റീസൺ. ഇനി 5ാമത് നമ്മൾ പഠിക്കാനുണ്ട് ആഡ്വർബ് ഓഫ് ഇൻറ്റൻഷൻ. ആഡ്വർബ് ഓഫ് ഇൻറ്റൻഷൻ. ഓക്കെ, ഇൻറ്റൻഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശം എന്നാണ്. പലപ്പോഴും നമ്മളോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ? വാട്ട്സ് യുവർ ഇൻറ്റൻഷൻ? നിന്റെ ഉദ്ദേശം എന്താ? വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ? ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ പറയാവുന്നതാണ് ഇൻറ്റൻഷൻ കാണിക്കാം. സോ നമ്മൾ നാളെ രാവിലെ നമ്മൾ യൂണിവേഴ്സിറ്റി പോവുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി പോകുന്നതിൻ്റെ ആ ഉദ്ദേശം എന്താണ്? യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഇങ്ങനെ പറയും, ഐ വിൽ ഗോ ടു യൂണിവേഴ്സിറ്റി ടുമോറോ സോ ആസ് ടു അപ്ലൈ ഫോർ ദ എക്സാമിനേഷൻ. കണ്ടോ, സോ ആസ് ടു. ഈ സോ ആസ് ടു എന്ന് പറഞ്ഞാൽ ഉദ്ദേശത്തിനായി എന്നുള്ളതാണ്. സോ SO, ആസ് AS, ടു TO. 3 വാക്ക് തന്നെയാണ്. സോ ആസ് ടു. അത് ഉദ്ദേശം കാണിക്കുന്ന അർത്ഥം പറയുമ്പോൾ ഉദ്ദേശത്തിനായി. അപ്പോൾ എന്താ പറഞ്ഞത്? ഐ വിൽ ഗോ ടു യൂണിവേഴ്സിറ്റി ടുമോറോ സോ ആസ് ടു അപ്ലൈ ഫോർ ദ എക്സാമിനേഷൻ. എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ നാളെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശം പറയുമ്പോൾ നമുക്ക് വേണ്ടി എന്നതിനർത്ഥം പറയാം, വേണ്ടി. ഓക്കെ, ഇനി ഇതിന് പറയുന്ന വേറെ ഒരു ഈ സോ ആസ് ടു കൂടാതെ വേറെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അഥവാ ആഡ്വർബ് ഓഫ് ഇൻറ്റൻഷന് യൂസ് ചെയ്യുന്ന വേറൊരു പദമാണ് ഫോർ. FOR, ഫോർ, വേണ്ടി. ആ വേർഡ് യൂസ് ചെയ്യാം, ഫോർ. സോ ആസ് ടു ഞാൻ ആദ്യം പഠിപ്പിക്കാനുള്ള കാരണം സോ ആസ് ടു നിങ്ങൾ കൂടുതൽ ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല, ഒരു ബന്ധം ഉണ്ടാവണം എന്നില്ല. ഓക്കെ,
അപ്പോൾ നമ്മൾ അത്തരം വാക്കുകൾ ഇനിയും നിങ്ങളുടെ വാക്കുകളുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടും. അത്തരം വാക്കുകൾ നിങ്ങൾ തിരഞ്ഞ് കണ്ടെത്തുക. ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സാമ്പിളുകൾ എഴുതി പരിശീലിക്കുന്നത് നല്ല വിദ്യാഭ്യാസത്തിൻ്റെ അടയാളമാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും 5 തരം ആഡ് വെർബുകളെ പരിചയപ്പെട്ടു. ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല പറഞ്ഞത്, ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ ഉണ്ടാവാം. ജനറലായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന ആഡ് വെർബുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റുള്ള ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ എന്താണ്? ആ ആഡ് വെർബ് ഓഫ് മാനർ. ഈ ആഡ് വെർബ് ഓഫ് മാനർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് അറിയാലോ അല്ലേ? എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾ ചെയ്തു, ആ രീതിയെ മറക്കരുത്. ആ രീതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. രീതി എന്ന വാക്കിന് മലയാളത്തിൽ പറഞ്ഞ പേരാണ് മാനർ. ഇന്ന് കുറച്ച് മൂക്കോലൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇന്ന് പകൽ കുറച്ച് മഴ കൊണ്ട്, അപ്പോൾ നല്ല വലി വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം ഉണ്ട്. ഒരു ക്ലാസ് കൂടുതൽ സമയം ഉണ്ടാവില്ല കേട്ടോ. നല്ല എന്താ പറയുക, പിന്നെ ഫ്ലോയിങ്ങും ഉണ്ട്. സോ നമുക്ക് കാര്യങ്ങൾ നോക്കാം, മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ആഡ് വെർബ് ഓഫ് മാനർ ആയിരുന്നു. സ്ലോലി, ക്വിക്ക്ലി, ലവ്ലി, ബ്യൂട്ടിഫുള്ളി, സ്വീറ്റ്ലി തുടങ്ങിയ പദങ്ങളൊക്കെ തന്നെ ഇത്തരം ആഡ് വെർബ് ഓഫ് മാനറിന് എക്സാമ്പിളാണ്. ഒരു പക്ഷേ ഈ ആഡ് വെർബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഡ് വെർബിൻ്റെ കാറ്റഗറികളിൽ ഏറ്റവും കൂടുതൽ ആഡ് വെർബുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ആഡ് വെർബ് ഓഫ് മാനർ. മറക്കണ്ട. രണ്ടാമത് നിങ്ങൾ പഠിച്ചതാണ് ആഡ് വെർബ് ഓഫ് ടൈം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടുമോറോ, ടുഡേ, യെസ്റ്റർഡേ അങ്ങനെയുള്ള കുറേ അധികം വാക്കുകൾ. ഇതൊക്കെ ആഡ് വെർബ് ഓഫ് ടൈമിന് എക്സാമ്പിളാണ്. നൗ, ഇപ്പോൾ എന്ന വാക്ക്. അറ്റ് പ്രസൻറ്റ്, ഇപ്പോൾ എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറെ പ്രയോഗമാണ് അറ്റ് പ്രസൻറ്റ്. അതും ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി മൂന്നാമത് നമ്മൾ പഠിച്ചതാണ് ഇത് ആഡ് വെർബ് ഓഫ് പ്ലേസ്. ആഡ് വെർബ് ഓഫ് പ്ലേസ്, സ്ഥലം കാണിക്കുന്ന ആഡ് വെർബുകൾ. ഹിയർ, ഇവിടെ. ദേർ, അവിടെ. അറ്റ് ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിൽ. അറ്റ് ദ ഷോപ്പ്, ഷോപ്പിൽ. ഇൻ മൈ ഓഫീസ്, എൻ്റെ ഓഫീസിൽ. അറ്റ് ഓഫീസ്, ഓഫീസിൽ. അറ്റ് ഹോം, വീട്ടിൽ. ഇൻ മൈ ഹൗസ്, എൻ്റെ വീട്ടിൽ. കണ്ടോ, ഇങ്ങനെ ഈ ഒരു പ്രയോഗങ്ങൾ ധാരാളമാണ്. അപ്പോൾ ഇതും നമ്മുടെ ശ്രദ്ധയിൽ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും നന്നായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ക്ലാസ് റെക്കോർഡിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് റെക്കോർഡ് അയച്ചു തരുന്നുണ്ട്. ക്ലാസ് ലൈവ് വന്നുകൊണ്ട് റെക്കോർഡിംഗ് കാണാതിരിക്കരുത്. റെക്കോർഡിംഗ് വീണ്ടും കാണണം, അപ്പോഴേ ക്ലാസ് പഠിയുള്ളൂ. ഓക്കെ, യെസ്. ഇനി മൂന്നാമത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആഡ് വെർബ് ഓഫ് റീസൺ ആയിരുന്നു. മൂന്നാമതല്ല, നാലാമത് ആഡ് വെർബ് ഓഫ് റീസൺ. ഇതിനെ യൂസ് ചെയ്യുന്നതാണ് ബിക്കോസ്, ആസ്. ഇനി ഫോറും ഈ ഭാഗത്ത് വരും കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ കുറേ ആഡ് വെർബുകൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതായിരുന്നു ആഡ് വെർബ് ഓഫ് ഇൻറ്റൻഷൻ. ആഡ് വെർബ് ഓഫ് ഇൻറ്റൻഷൻ. ഇൻറ്റൻഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശം എന്നാണ്. ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇതിന് പറയുന്ന പ്രയോഗം എന്ന് പറയുമ്പോൾ സോ ആസ് ടു. ഫസ്റ്റ് വരുന്നതാണ് സോ ആസ് ടു. സോ ആസ് ടു. ഇത് കേവലം നമ്മുടെ ഒരു ബുക്ക് ഗ്രാമർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സംസാര ഭാഷയിൽ കൂടി നിങ്ങൾ ഈ പ്രയോഗങ്ങളൊക്കെ വരുത്താൻ നോക്കുക. ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ വേണ്ട ഐഡിയ മനസ്സിൽ വരുന്നില്ല എന്നുള്ളതാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ സഹോദരിമാരുടെയും ഒരു പരാതി. ആ പരാതി മാറാൻ ഒറ്റ ഐഡിയയേ ഉള്ളൂ. ഫ്രീ കിട്ടുമ്പോഴൊക്കെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പല കാര്യം പറഞ്ഞു നോക്കാം. വെറുതെ പറഞ്ഞു നോക്കാം, കേൾക്കാൻ ആരും വേണ്ട. വെറുതെ ഇങ്ങനെ പറഞ്ഞു നോക്കാം. അങ്ങനെ പറഞ്ഞ് ഈ കാര്യം ശരിയായി കിട്ടുള്ളൂ. ഓക്കെ കേട്ടോ. അങ്ങനെ സ്വയം ഒരു പ്രാക്ടീസ്, സ്വയം ഒരു ശ്രദ്ധ പിന്നെ എല്ലാവരുടെ ഭാഗത്തുനിന്നും വേണം. ഓക്കെ, എങ്കിലേ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവുള്ളൂ. ഓക്കെ, ഇന്ന് നല്ലത് പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. നല്ല മഴയുണ്ട്, മഴപ്പോഴും കുറവൊന്നുമില്ല. പകലെല്ലാം മഴയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത്യാവശ്യം മഴ ഒന്ന് കൊണ്ടു. കാരണം ഇടക്കും വല്ല ഓണം വിഷു പോലൊക്കെ വരുന്ന മഴയല്ലേ, വരുമ്പോൾ നമ്മൾ ഓണം വിഷു പോലെ തന്നെ ആഘോഷിക്കണം. ഒന്ന് കൊണ്ട് ആഘോഷിച്ചു. അത് എനിക്കിട്ട് നന്നായി കൊണ്ടൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ ഞാൻ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഒക്കെ മാറ്റിക്കാണ്ടാണ് പോകേണ്ടത്. വലിയ നിങ്ങൾക്ക് കേൾക്കണില്ലേ വലി? ഇല്ല, നല്ല വലിയുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കണം കേട്ടോ.
ക്ലാസ്സുകൾ കേൾക്കുക. നമ്മുടെ ചില സഹോദരിമാർക്ക് റെക്കോർഡ് ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ ലൈവായി വരാൻ കഴിയില്ല എന്നൊക്കെ എന്നെ പേഴ്സണലി അറിയിച്ചിരുന്നു. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, പലർക്കും മക്കളുണ്ട്, നമുക്ക് മക്കളെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒത്തിരി പ്രയാസപ്പെട്ട് നമ്മൾ കോഴ്സ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മളിൽ പല ആളുകൾക്കും ഈ ലൈവ് ക്ലാസ്സിൽ വരാൻ കഴിയുന്ന വരില്ല. റെക്കോർഡിങ് കേൾക്കുമ്പോൾ ചിലപ്പോൾ വേണ്ടത്ര ഒരു ആക്റ്റീവ് ആവും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. നമുക്ക് 2-3 ആഴ്ച കൂടുമ്പോൾ ഒരു ക്ലാസ് നമ്മൾ അഡീഷണലായി വെക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ മുമ്പ് ഈ ലൈവിൽ വരാൻ കഴിയാത്തവർക്ക് വേണ്ടി അടുത്ത ഭാഗങ്ങളെ ഒന്നുകൂടി ഓടിച്ച് പറയുന്ന ഒരു ലൈവ് ക്ലാസ്. അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ഒരു എഫക്റ്റ് ഉണ്ടാവും, നല്ല പ്രതികരണം വരും എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് നിങ്ങളെല്ലാവരും ഇംഗ്ലീഷിൽ പഠിപ്പിക്കുക. ടീച്ചർമാരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കണം. അതുവഴി നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ നല്ല ഇമ്പോർട്ടൻസ് വേണം. ആ ഇമ്പോർട്ടൻസ് നിങ്ങളെ കാണുമ്പോൾ മാത്രം മാനേജ്മെൻറ്റ് പ്രകടിപ്പിച്ചാൽ പോരാ. ഓരോ മാസവും 1-ാം തീയതി നിങ്ങൾക്ക് തരുന്ന സാലറിയിലും ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കണം അവർ. എന്ന് പറഞ്ഞാൽ സാധാരണ സാലറിയേക്കാൾ 2000-3000 ഏറെ വരണം. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ആഗ്രഹം. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഈ വർക്ക് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഒരു പ്രൈം മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ്. ഒട്ടേറെ പാരൻസിനെ, ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളെയും പാരൻസിനെ ഞാൻ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ ചിലരുമായി സംസാരിക്കാറുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് അവർ പറയാറുള്ളത്, അവൾ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി എന്നെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയാവും. ഞാനിപ്പോൾ കാര്യമായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം അവൾ കോഴ്സ് കഴിഞ്ഞാൽ ഒരു 10 റുപ്യോ ഒരു 9 റുപ്യോ അവൾക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ കാര്യമെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് അവൾ കിട്ടും. അതുവഴി എനിക്കത് വലിയൊരു സമാധാനമാവും എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെയുള്ള പാരൻസിനോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. നിങ്ങൾ ഹസ്ബൻഡുമാരാവട്ടെ, നിങ്ങളുടെ പിതാക്കന്മാരാവട്ടെ, അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരാണ്, തിരിച്ചറിഞ്ഞവരാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അതായത് ഞാൻ കല്യാണം കഴിച്ച് കൊടുക്കുന്ന ലേഡി ജോലി ചെയ്യേണ്ടതില്ല, ഓള് ജോലി ചെയ്തിട്ട് വേണ്ട എൻ്റെ വീട്ടിൽ പിന്നെ അടുപ്പ് പുകയാൻ എന്നൊക്കെയുള്ള ഒരു ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി ഇന്ന് മാറിയിരിക്കണം. ഇന്ന് പോയി കഴിഞ്ഞു. അത് ഇനി ആകെ 1000-1 ഉണ്ടാവുകയുള്ളൂ. അടുത്ത് മാറും. കറണ്ട് ബില്ലൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. അടുത്ത് മാറിക്കോളും. ഞാൻ അപ്പം ഇന്ന് ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് കണ്ടാണ്, കറണ്ട് ബില്ല് ഇനിയും കൂടുകയാണല്ലോ. അപ്പോൾ എന്തായാലും മാറും, ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ തമാശയിൽ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ കാര്യം പറഞ്ഞാണ്. അപ്പോൾ പിന്നെ എനിക്കിടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു പ്രിയ വിദ്യാർത്ഥിയായ അഫീഫയെ ഓർമ്മ വരും. കാരണം അഫീഫയെ പഠിക്കാൻ സമ്മതിക്കാതെ പിന്നെ ഇടയ്ക്ക് വെച്ച് ഡിഗ്രി പഠനം നിർത്തി. പിന്നീട് കൊറോണ വന്ന്, അതിന് മുമ്പ് അയാൾക്ക് ഇങ്ങനെ തോന്നിപ്പോയി അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കാണ്ട് B.Ed പറഞ്ഞയക്കാം. അയാൾ പറഞ്ഞയച്ചു. കൊറോണ സമയത്ത് ഗൾഫിലുള്ള ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് അയാൾ വിശ്വസിച്ചിരുന്ന അയാളെ പണി പോലും നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് മുമ്പോട്ട് ജീവിത മാർഗം തള്ളി നീക്കാൻ ഒരു വഴിയും ഇല്ലയെന്ന് കണ്ടപ്പോഴാണ് അഫീഫിൻ്റെ സാലറി, ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയ അഫീഫയുടെ സാലറി അയാൾക്ക് താങ്ങും തണലുമായിട്ട് മാറിയത്. കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു കണ്ട് കരഞ്ഞുകാണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ എനിക്കും കണ്ണീര് പൊട്ടി. കാരണം ഞാൻ ആദ്യ കാര്യം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇടയ്ക്ക് വെച്ച് അഫീഫെ അയാൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും B.Ed പറഞ്ഞേക്കാനുള്ള ഒരു നിമിത്തം, അതിൽ ഒരു പങ്ക് നമുക്കും എനിക്കും അവകാശപ്പെട്ടതാണ്. ഇടയ്ക്ക് ഓർക്കാറുണ്ട് അത്. ഇന്ന് അവരൊരു ടീച്ചറാണ്, അവർ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. അത്യാവശ്യം 86,000 റുപ്യ സാലറി വാങ്ങുന്ന പോസ്റ്റാണ്. B.Ed കഴിഞ്ഞ ഹൈസ്കൂളിലാണ് ടീച്ചറായി കിട്ടുക. ഓക്കെ കേട്ടോ. അപ്പോൾ നല്ല സാലറിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത് സാലറിയിലെ ഇൻക്രിമെൻറ്റും സാലറിയും ഒക്കെ പ്രതീക്ഷിച്ചാണ്. അത് നമ്മുടെ കുടുംബത്തിനൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുക അല്ലേ, കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെയർമാൻ തന്നെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊരു സംഭവം, നിങ്ങൾ ഞാൻ അദ്ദേഹം ക്ലാസ്സിലൊക്കെ പറയാൻ പാടില്ല കേട്ടോ.
ഓക്കെ. അദ്ദേഹം ഞാനും ഒന്ന് ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ പിള്ളേരുമായിട്ട് ഓൺലൈൻ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് നമ്മുടെ നാസി മാമും മക്കളും പെരുന്നാൾക്കുള്ള പെരുന്നാൾക്കുള്ള ഡ്രസ്സൊക്കെ നാസി മാം ഇത്തരം പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയ ആ ഒരു എന്താ പറയുക റിമ്യൂണറേഷൻ യൂസ് ചെയ്തുകൊണ്ട് അവർ നല്ല മനോഹരമായിട്ടുള്ള വസ്ത്രമൊക്കെ വാങ്ങി നല്ല ഷോപ്പിംഗ് വന്നപ്പോൾ ഞാനും പറഞ്ഞു മാം നല്ല ഷോപ്പിംഗ് നടത്തിയില്ലേ. സമയത്ത് സത്യം പറഞ്ഞാൽ അബി സാർ സന്തോഷിക്കുന്നുണ്ട്, അദ്ദേഹം ചിരിക്കുന്നുണ്ട്, പക്ഷേ കണ്ണ് നിറഞ്ഞു അദ്ദേഹത്തിന്. കാരണം അത് ഒരു കുടുംബസ്നേഹിയായ ഞങ്ങളൊക്കെ അധ്യാപകരാണെങ്കിലും ഞങ്ങൾക്കുണ്ട് കുടുംബം അല്ലേ. ആർക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അതാവണം കുടുംബം അല്ലേ. ചെയ്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ശമ്പളം കൊണ്ട് നിങ്ങൾ പെരുന്നാൾക്കോ വിഷുവിനോ ഓണത്തിനോ ഒക്കെ മക്കളെയും കൊണ്ട് നിങ്ങൾ ഡ്രസ്സും മറ്റുമൊക്കെ വാങ്ങുമ്പോൾ ഒരു പക്ഷേ അത് നിങ്ങളെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലവിന് തരുന്ന നിങ്ങളുടെ ഫാദറിനൊക്കെ വലിയൊരു സപ്പോർട്ടാണ്. അവരെ കണ്ണു നിറയുന്ന സന്തോഷം കൊണ്ടും ഇതിൽ വേറെയും കുറച്ച് ഫീലിങ്ങുകളുണ്ട്. ആ ഫീലിംഗ് എനിക്ക് ഷെയർ ചെയ്യാൻ വയ്യ, ഞാൻ ഒരു പിതാവായതുകൊണ്ട്. ഓക്കെ. അപ്പോൾ അതൊരു മഹത്തായ ഒരു തോട്ടാണ്. ഓക്കെ, ഇന്നത്തെ തോട്ട് ഓഫ് ദി ഡേ അതാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ സുപ്രതീക്ഷയോട് കൂടി അധ്യാപികയാവാൻ നമ്മൾ ഒരുങ്ങുക. നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കിട്ടാനുള്ള വലിയ ലോകമാണ് കിട്ടാനുള്ളത് അല്ലേ. മാത്രമല്ല കുടുംബത്തിൻ്റെ സ്നേഹവും ആദരവും ഒക്കെയാണ് കിട്ടാനുള്ളത്. ഒരു വേള നമ്മൾ പഠിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ പുച്ഛിച്ച ആളുകൾ വരെ നമ്മളെ ബഹുമാനിക്കുന്ന കണ്ണു നിറഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ മക്കളോ എനിക്ക് നല്ലൊരു വസ്ത്രം വാങ്ങി തന്നിട്ടില്ല, എൻ്റെ മരോൾ അവൾ കിട്ടിയ ആദ്യ ശമ്പളം കൊണ്ട് ഒരു പർദ്ദ വാങ്ങി തന്നല്ലോ എന്ന് ചിന്തിച്ച് കരയുന്ന അമ്മായിമാൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, സന്തോഷക്കണ്ണീരാണ് കേട്ടോ. ആ കുട്ടിയെ ഞാൻ പഠിക്കാൻ സമ്മതിക്കാതിരുന്നല്ലോ, ഞാൻ എന്നെ തന്നെ പഴിക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന അമ്മായിമാൻ്റെ മുഖം മനസ്സിലുണ്ട്. അങ്ങനെ യാവട്ടെ നമ്മളെ വിദ്യാഭ്യാസം. ഇന്ന് തന്നെ അമ്മായിമാരോട് വാശി തീർക്കാൻ നിൽക്കണ്ട കേട്ടോ. നമ്മൾ നന്നാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യവും പോസിറ്റീവായി എടുക്കണം കേട്ടോ. അല്ലാതെ ഒരാളൊക്കെ പ്രാർത്ഥിച്ചു എന്നെ നല്ലവണ്ണം നന്നാക്കണേ പഠിച്ചവനെ, ഈശ്വര എന്നെ നല്ലവണ്ണം നന്നാക്കണേ. മൂപ്പര് പിറ്റേത് മുതൽ വണ്ണം വെക്കാൻ തുടങ്ങി. എന്താ കാരണം? പ്രാർത്ഥനയിൽ മൂപ്പരെ നെയ്യത്ത് ഉദ്ദേശം വണ്ണം വെക്കാനായിരുന്നു. അങ്ങനെയാണ് നമ്മളെ ഉദ്ദേശം എന്താണോ അതാണ് കിട്ടുക പ്രാർത്ഥനയിൽ. മനസ്സിലായില്ലേ? അങ്ങനെ പ്രാർത്ഥന മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. 5 കൊല്ലോ 10 കൊല്ലോ 15 കൊല്ലോ ഒക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ് കിച്ചണിൽ മാത്രം ഒരുങ്ങിക്കൂടി അത് റിക്കവർ ചെയ്യാൻ, ആ നഷ്ടപ്പെട്ട സമയം തിരിച്ച് വാങ്ങിച്ചിട്ട് ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെ കൊണ്ടും മനസ്സിൽ നമ്മോട് ആദരവ് തോന്നിപ്പിക്കാൻ തന്നെയാവട്ടെ നമ്മുടെ ഈ പഠനം. എന്താ വേണ്ടേ? നിങ്ങൾ പറയും. വേണം അല്ലേ? വേണം. അതുണ്ടായേ പറ്റൂ, അത് നടന്നേ പറ്റൂ. ഇനി ദയവ് എഴുതിക്കാണ്ട് ഈ ഒരു വിചാരം വെച്ചുകാണ്ട് ക്ലാസ് കയറരുത്. ഞാനോ സാറിപ്പോൾ ക്ലാസ്സിലിരുന്ന് കണ്ട് ഇങ്ങനെ പുളു പഠിക്കും സാറേ, ഒന്നും നടക്കുന്ന കാര്യമല്ല. എനിക്ക് പഴയ ടച്ചൊന്നുമില്ലേ. കല്യാണം കഴിഞ്ഞിട്ട് 15 കൊല്ലമായി. ഇപ്പോൾ സാറ് ഞങ്ങളോട് പറയുകയാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ നന്നാക്കി ഉണ്ടാക്കി തരാം. അല്ല, സാറ് ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചുകാണ്ട് ഞങ്ങളൊക്കെ നല്ല ടീച്ചർമാരാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ സാറേ അതൊക്കെ നടക്കുമോ? ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഒരു പുതിയ ഡ്രസ്സ് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ച് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷും വാങ്ങിയിട്ട് അദ്ദേഹം നിങ്ങളവിടെ കൊണ്ടാക്കി, നമുക്ക് 2-3 മണിക്കൂർ വേണ്ടിയൊരു സെലക്ഷന് ടെക്സ്റ്റൈൽസിൽ അദ്ദേഹം നമ്മളാക്കി ഇങ്ങോട്ട് പോകുന്നു. പിന്നെ നമ്മളോട് പറഞ്ഞു നീ എല്ലാം വാങ്ങിയിട്ട് വിളിച്ചാൽ മതി, ഞാൻ കാറായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു. യെസ്, ഈ പറഞ്ഞ കാര്യം നടക്കുമെങ്കിൽ ഞാൻ പറഞ്ഞൊക്കെ നടക്കും, ഉറപ്പാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, where there is a will, there is a way. ആ പഴഞ്ചൊല്ലോട് കൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വേണമെങ്കിൽ ചക്ക
വേരിലും കായ്ക്കും. വേരിൽ മാത്രമല്ല, വേണമെങ്കിൽ അടിയിൽ വരെ കായ്ക്കും. ഓക്കെ കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫ്രം ടുഡേ. ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ വിത്ത് സ്വീറ്റ് ഡ്രീംസ് കേട്ടോ. ഞാൻ 3 പ്രാവശ്യം സ്വീറ്റ് പറഞ്ഞ് വെറുതെ അല്ല, സ്വപ്നം നന്നായി കണ്ടോളൂ. ഓക്കെ, യെസ്, ദാറ്റ്സ് ഓൾ ഫ്രം ടുഡേ. ഞാൻ ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.